ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് +2 കെമിസ്ട്രിയിലെ 13ാമത്തെ ചാപ്റ്റർ അമീൻസ്. ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളതിൽ പ്രധാനമായിട്ട് 4 ചാപ്റ്ററാണുള്ളത്. ഹാലോ ആൽക്കെയിൻ ആൻഡ് ഹാലോ അറീൻ, ആൽക്കഹോൾ, ഫിനോൾ, ഈതർ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, അമീൻസ്. 4 ചാപ്റ്ററാണ്. അപ്പോൾ അതിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള അമീൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്കറിയാം അമോണിയ. നിങ്ങൾക്കറിയാം എന്താണ് അമോണിയയുടെ ഫോർമുല? അമോണിയയുടെ ഫോർമുല NH3 എന്നുള്ളതാണ്. അമോണിയയുടെ ഫോർമുല എന്താണ്? NH3. ഇതാണ് അമോണിയ. ഈ NH3-ലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരും. ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മൾ സാധാരണ R എന്നാണ് സൂചിപ്പിക്കുക. ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈനിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറയുമ്പോഴാണ് ആൽക്കൈൽ എന്ന് പറയാം. ഇപ്പം മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ, പ്രൊപ്പൈൽ തുടങ്ങിയ ആൽക്കൈൽ ഗ്രൂപ്പ് കടന്നു വരാം. ഏതിനെ റീപ്ലേസ് ചെയ്തിട്ട്? ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ആൽക്കൈൽ ഗ്രൂപ്പ് കടന്നു വരാം അമോണിയയുടെ കേസിൽ. അപ്പോഴാണ് നമ്മളതിനെ അമീൻ എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അമീൻസ് ആർ ദ ഡെറിവേറ്റീവ് ഓഫ് അമോണിയ. അമീൻ എന്താണ്? അമോണിയയുടെ ഡെറിവേറ്റീവ് ആണ്. അമീൻസ് ആർ ദ ഡെറിവേറ്റീവ് ഓഫ് അമോണിയ. ഇനി നമുക്ക് ഇപ്പം ഇത് NH3 അമോണിയ. ഇതിൽ ഒരു ഹൈഡ്രജന് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു എന്ന് വിചാരിക്കാം. ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ഹൈഡ്രജൻ പോയാൽ ബാക്കി NH2. ഒരു ഹൈഡ്രജൻ പോയി പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, RNH2 എന്ന് എഴുതാം. R എന്തൊക്കെയാകാം? R മേ ബി CH3, C2H5 എക്സെട്ര അല്ലേ? R എന്താകാം? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ എക്സെട്ര എന്തും ആകാം. അപ്പോൾ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവന്നു. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് വീണ്ടും അതിന് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? RNHR എന്ന് കിട്ടും. RNHR അല്ലെങ്കിൽ R2NH എന്ന് പറയാം. R2NH കേട്ടോ. അതിനെ തന്നെ എങ്ങനെ പറയാം? R2NH. 2 Rഉം ഒരു NHഉം. മൂന്നാമത്തെ കേസിൽ ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് വീണ്ടും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരിക. അപ്പം എന്താ വരിക? RNR. ഈ ഹൈഡ്രജന് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പും കൂടെ വന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും? R3N എഴുതാം. R3N. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അമീനുകളെ നമുക്ക് പല രൂപത്തിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകളായിട്ട് അവരെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ RNH2 എന്നുള്ള ഫോം ഉണ്ടെങ്കിൽ അവിടെ ആകെ ഒരു ഹൈഡ്രജനെ മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ, പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. RNH2 എന്നുള്ള ഫോം ഉണ്ടെങ്കിൽ അത്തരം അമീനെ പറഞ്ഞ പേരാണ് പ്രൈമറി അമീൻ. RNH2 എന്താണ്? പ്രൈമറി അമീൻ. ഇനി R2NH എന്നുള്ള ഫോം വന്നാൽ R2NH 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നൈട്രജനോട് കൂടെ ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, അത് നോക്കിയാൽ മതി. R2NH എന്നുള്ള ഫോം വന്നാൽ അതിനെ പറയുന്ന പേര് സെക്കൻഡറി അമീൻ. R2NH ആണെങ്കിൽ സെക്കൻഡറി അമീൻ. മൂന്നാമത്തെ കേസിലോ N മാത്രമേ ഉള്ളൂ, ഹൈഡ്രജൻ തന്നെ ഇല്ല. കാരണം അമോണിയയിലെ 3 ഹൈഡ്രജനും പകരം ആര് വന്നു? 3 ആൽക്കൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ R3N എന്നുള്ള ഫോം ആണെങ്കിൽ നമുക്കതിനെ വിളിക്കാം ടെർഷറി അമീൻ. അതിനെന്താ വിളിക്കുക? ടെർഷറി അമീൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമീൻസ് ആർ ദ ഡെറിവേറ്റീവ് ഓഫ് അമോണിയ. അമോണിയയിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് പകരം ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവരാം. അങ്ങനെയാണ് അമീൻ ഉണ്ടാവുക.
ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി അമീൻ അല്ലെ. ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുമ്പോഴാണ് NH3 എന്തായത്, NH2 ആയത്. അപ്പോൾ RNH2 എന്നുള്ള ഫോം പ്രൈമറി അമീൻ. 2 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തു ഇതിൽ നിന്ന്, അപ്പോൾ R2NH എന്നുള്ള ഫോം കിട്ടും, ദാറ്റ് ഈസ് സെക്കൻഡറി അമീൻ. 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ R3N എന്നുള്ള ഫോം കിട്ടും, അതിനെന്ത് വിളിക്കാം, ടെർഷറി അമീൻ എന്നും വിളിക്കാം. ഓക്കെ. പിന്നെ നമുക്ക് അവിടെ ചെറിയൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ R2 അല്ലെങ്കിൽ R3 ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് സെയിം ആണ് വിചാരിക്കാം അല്ലെ. R2NH എന്നൊക്കെ പറയുമ്പോഴേ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം 2ഉം ഈഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ 2ഉം ഈഥൈൽ ഗ്രൂപ്പ്, അങ്ങനെ സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മളതിനെ സിമ്പിൾ അമീൻ എന്ന് വിളിക്കും. സിമ്മട്രിക്കൽ അമീൻ അല്ലെങ്കിൽ സിമ്പിൾ അമീൻ. സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരെന്താണ്, സിമ്പിൾ അമീൻ. സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ സിമ്മട്രിക്കൽ ഓർ സിമ്പിൾ അമീൻ. സിമ്മട്രിക്കൽ ഓർ സിമ്പിൾ അമീൻ. ഇഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഡിഫറെൻറ്റ്, സെക്കൻഡറിയിലും ടെർഷറിയിലൊക്കെയാണ് അത്തരം കേസ് ഉണ്ടാവുള്ളൂ. ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അൺസിമ്മട്രിക്കൽ ഓർ മിക്സഡ് അമീൻ എന്ന് വിളിക്കും. അൺസിമ്മട്രിക്കൽ ഓർ മിക്സഡ് അമീൻ. ഇഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആർ ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അൺസിമ്മട്രിക്കൽ ഓർ മിക്സഡ് അമീൻ. അൺസിമ്മട്രിക്കൽ ഓർ മിക്സഡ് അമീൻ. അപ്പോൾ അമീനുകൾ നമുക്ക് സിമ്മട്രിക്കൽ അമീനും അൺസിമ്മട്രിക്കൽ അമീനും ആയിട്ട് വേർതിരിക്കാം. അത് സെക്കൻഡറി ടെർഷറി അമീനുകൾ എടുക്കുമ്പോൾ സെയിം ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ സിമ്മട്രിക്കൽ ഓർ സിമ്പിൾ അമീൻ എന്നും, ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ടെങ്കിൽ അൺസിമ്മട്രിക്കൽ ഓർ മിക്സഡ് അമീൻ എന്നും വിളിക്കാം. ദെൻ നോമൻക്ലേച്ചർ. അമീനുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുക? ഇപ്പോൾ നമുക്കറിയാം കോമൺ നെയിം ഉണ്ട്, IUPAC നെയിം ഉണ്ടാവും. അതിൽ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഒരു കോമ്പൗണ്ടായിട്ട് ഞാൻ എഴുതി CH3NH2. കോമൺ നെയിം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൽക്കൈൽ അമീൻ എന്നുള്ള ഫോം ഉപയോഗിക്കും. ആൽക്കൈൽ അമീൻ. ഇവിടെ ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്? ഒരു കാർബൺ ആറ്റമാണുള്ളത്, അപ്പം മീഥൈൽ. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിം എന്താണ്? മീഥൈൽ അമീൻ. കോമൺ നെയിം വരുമ്പോൾ ആൽക്കൈൽ അമീൻ എന്നുള്ള ഫോമാണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ പേര് മീഥൈൽ അമീൻ. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിം മീഥൈൽ അമീൻ. മീഥൈൽ അമീൻ. IUPAC നെയിം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആൽക്കാൻ അമീൻ എന്നാണ് പറയുക. ആൽക്കാൻ അമീൻ. അത് മീഥൈൻ CH3 ഒക്കെ ആണെങ്കിലും നമ്മളത് മീഥൈൻ ആയിട്ടാണ് പരിഗണിക്കുക. ANA എന്നുള്ള രൂപത്തിലാണ് അമീന് പേര് കൊടുക്കുമ്പോൾ നോക്കുക. കാരണം ആൽക്കാൻ അമീൻ എന്നുള്ള ഫോമാണ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിമിങ് എന്താ വരിക? ഒരു കാർബണാറ്റമാണുള്ളത്, ഒരു കാർബണാറ്റമുള്ള അമീനാണ്. സോ ഇറ്റ്സ് IUPAC നെയിം ഈസ് മെത്താനമീൻ. IUPAC നെയിം എന്താണ് വരിക? മെത്തനമീൻ. കോമൺ നെയിം ആൽക്കൈൽ അമീൻ എന്നുള്ള ഫോം, IUPAC നെയിം ആൽക്കാൻ അമീൻ എന്നുള്ള ഫോം. അപ്പം മെത്താനമീൻ. ഓക്കെ. രണ്ടാമത്തെ നോക്ക്, CH3CH2NH2. 2 കാർബണാറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ NH2 എന്നുള്ള ഫോം ഉണ്ട്. NH2 ഉണ്ടായതുകൊണ്ട് ഇത് പ്രൈമറി അമീനാണ്. NH2 ഉണ്ട്, സോ ഇറ്റ് ഈസ് പ്രൈമറി. NH2 ഉണ്ട്, അതുകൊണ്ട് ഇതെന്താണ്? പ്രൈമറി. NH മാത്രമേ ഉള്ളൂ, സോ ഇറ്റ് ഈസ് സെക്കൻഡറി. ഇവിടെയും NH ആണുള്ളത്, അതുകൊണ്ട് ഇതെന്താണ്? സെക്കൻഡറി അമീനാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണം നോക്കിയിട്ട് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഒക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇവിടെ CH3CH2NH2 ഏതാണ് ആൽക്കൈൽ ഗ്രൂപ്പ്? ഈഥൈൽ അല്ലേ. CH3CH2 എന്ന് പറഞ്ഞാൽ 2 കാർബണാറ്റുള്ള ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഈഥൈൽ. അപ്പോൾ എന്താ കോമൺ നെയിം വരിക? ഈഥൈൽ അമീൻ. കോമൺ നെയിം ഈഥൈൽ അമീൻ. ഈഥൈൽ അമീൻ. IUPAC നെയിം എന്തായിരിക്കും? എത്താനമീൻ. IUPAC നെയിം
എത്താനമീൻ. കോമൺ നെയിം ഈഥൈലമീൻ, IUPAC നെയിം എത്താനമീൻ. അടുത്ത നോക്ക്, CH3 CH3 ഹിയർ NH2. നോക്കുക, നമ്മൾ ഈ NH2 എന്നുള്ളത് എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് നോക്കുക. അപ്പം ഇവിടുന്ന് ഇതൊരു ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബണിലാണ് ആരുള്ളത്? NH2. ഇനി ലോങ്ങസ്റ്റ് ചെയിൻ ഇങ്ങനെ എടുത്തു. അപ്പോൾ നോക്ക്, ഫസ്റ്റ് സെക്കൻഡ് കാർബണിൽ ആരുണ്ട്? NH2. സെക്കൻഡ് കാർബൺ സെൻട്രൽ കാർബണും കൂടെ ആയിട്ട് വരികയാണെങ്കിൽ കോമൺ നെയിമിൽ ആ നമ്പറിനെ നമ്മൾ ഐസോ എന്നാണ് കൊടുക്കുക. ഐസോ. സെക്കൻഡ് കാർബൺ സെൻറ്റർ കാർബണും കൂടെ ആണെങ്കിൽ അതെന്താണ്? ഐസോ. അപ്പം ഇനി എന്ത് ചെയ്യുക? 1 2 3 3 കാർബണാറ്റ് ഉണ്ട്. 3 കാർബണാറ്റുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരെന്താ? പ്രൊപ്പൈൽ. അപ്പോൾ കോമൺ നെയിം കൊടുക്കുമ്പോൾ ഐസോ പ്രൊപ്പൈൽ അമീൻ. ഐസോ പ്രൊപ്പൈൽ അമീൻ. ഐസോപ്രൊപ്പൈലമീൻ. IUPAC നെയിമിലേക്ക് വരുമ്പോൾ എന്താ വരിക? രണ്ടാമത്തെ പൊസിഷനിലാണ് അമീൻ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇവിടെ 3 കാർബണാറ്റം ഉണ്ട്. അപ്പോൾ പ്രൊപ്പാൻ അമീൻ വരും. പൊസിഷൻ നമ്പർ എത്രയാണ്? 2. അപ്പോൾ നമ്മൾ IUPAC നെയിം വരുമ്പോൾ 2 പ്രൊപ്പാനമീൻ. 2 പ്രൊപ്പാനമീൻ. ഓക്കെ. അടുത്ത് നോക്ക്, CH3 twice NH. CH3 twice NH. NH അപ്പോൾ ഏതാണ്? സെക്കൻഡറി അമീനാണ്. CH3 twice NH എന്ന് പറയുമ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? CH3 2 അപ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ 2 മീഥൈൽ ഗ്രൂപ്പുള്ള അമീനാണ് വരിക. അപ്പോൾ നമ്മൾ എങ്ങനെ പേര് കൊടുക്കണം? കോമൺ നെയിം ആണെങ്കിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, അപ്പോൾ ഡൈ മീഥൈൽ എന്ന് കൊടുക്കണം. ആ കോമൺ നെയിമിൽ ഡൈ മീഥൈൽ അമീൻ. IUPAC നെയിം ആണെങ്കിൽ എന്താ വരിക? IUPAC നെയിം ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ CH3 twice NH എന്നുള്ളതിന് CH3 NH CH3 അങ്ങനെ എഴുതാം അല്ലേ? CH3 NH CH3. എന്നിട്ട് സപ്പോസ് ഇങ്ങനെ NH CH3. ഓക്കെ, അതാണ് CH3 twice NH എന്ന് പറഞ്ഞാൽ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ NH ഏതെങ്കിലും ഒരു കാർബണോട് കൂടെ കൂട്ടിച്ചേർക്കുക. എപ്പോഴും കൂട്ടിച്ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ 2 ഭാഗത്തും ഒരൊറ്റ കാർബൺ വീതമാണുള്ളത്, അതുകൊണ്ട് എങ്ങോട്ടും കൊടുക്കാം. പിന്നെ ഒരു മീഥൈലും ഈഥൈലൊക്കെ വരികയാണെങ്കിൽ കാർബണാറ്റം എണ്ണം കൂടിയതിനോട് കൂടെയാണ് NH ചേർത്തി കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ പേര് വരിക? ഇതൊരു ബ്രാഞ്ചായിട്ട് കാണാം, ഇതതിൻ്റെ ഒരു ചെയിനായിട്ടും കാണാം. അപ്പോൾ അതിൻ്റെ IUPAC നെയിം എന്ത് വരും നോക്കി? ഇത് ബ്രാഞ്ചാണെങ്കിൽ മീഥൈൽ. പിന്നെ ഇതിനെന്താ പറയുക? ഒരു കാർബണാറ്റമുള്ള അമീൻ, മെത്താനമീൻ. മീഥൈൽ മെത്താനമീൻ. ഈ മീഥൈൽ ഗ്രൂപ്പ് ആരായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? N, നൈട്രജനായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ IUPAC നെയിം വരുന്നത് N മീഥൈൽ മെത്തനമീൻ. N methyl methanamine. Then CH3NH C2H5. അപ്പോൾ നോക്ക്, അതേപോലത്തെ ഒരു കോമ്പൗണ്ടിനെയാണ് CH3NH C2H5. ഒരു ഭാഗത്ത് മീഥൈൽ ഗ്രൂപ്പ്, ഒരു ഭാഗത്ത് ഈഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ NHന് നമ്മൾ ആരെ കൂടെ ചേർത്തി പറയണം? NHന് നമ്മൾ ആരെ കൂടെ ചേർത്തി പറയേണ്ടി വരിക? ഈഥൈലിനോട് കൂടെ, കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൂടുതലുള്ളതിനോട് കൂടെ കൂട്ടിച്ചേർക്കണം. ഇതിനെ ബ്രാഞ്ചായിട്ടും കാണണം. ഏതിൽ വരുമ്പോൾ IUPACയിൽ. കോമൺ നെയിമിൽ അത്ര വിഷയമൊന്നുമില്ല. കോമൺ നെയിമിൽ എന്താ വരിക? ഒരു മീഥൈലുണ്ട്, ഒരു ഈഥൈലുണ്ട്, അമീനുണ്ട്. മീഥൈലും ഈഥൈലും ആരാ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം? ഇ അല്ലേ? എമ്മിനേക്കാളും ആദ്യം വരിക ആരാണ്? ഇ. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിം വരിക ഈഥൈൽ, പിന്നെ മീഥൈൽ അമീൻ. ഈഥൈൽ മീഥൈൽ അമീൻ. IUPAC നെയിം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടി വരിക? മീഥൈൽ ബ്രാഞ്ചായിട്ട് എടുക്കുക,
ഇത് ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ടും എടുക്കാം. അപ്പോൾ ഈ മീതയിൽ ഈ എന്നിനോട് കൂടെ കൂടിച്ചേരാം. അപ്പോൾ എൻ മീതൈൽ എത്താനമീൻ, എൻ മീതൈൽ എത്താനമീൻ. അപ്പോൾ IUPAC നെയിം ഈസ് എൻ മീതൈൽ എത്താനമീൻ, എൻ മീതൈൽ എത്താനമീൻ. ഓക്കെ. അപ്പോൾ കോമൺ നെയിമിൽ ആൽക്കൈൽ അമീൻ എന്നുള്ള ഫോം എടുക്കും. IUPAC നെയിം ആണെങ്കിൽ ആൽക്കാൻ അമീൻ എന്നുള്ള ഫോം എടുക്കും. C2H5 NH C2H5 എന്താ പേര് വരിക? C2H5 NH C2H5. കോമൺ നെയിം എന്തായിരിക്കും? നമുക്ക് രണ്ട് ഭാഗത്തും C2H5 ആണുള്ളത്. ഈഥൈൽ ഗ്രൂപ്പ്, രണ്ട് ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് കൊടുക്കണം? ഡൈ ഈഥൈൽ അമീൻ, ഡൈ ഈഥൈൽ അമീൻ. IUPAC നെയിം എന്താ വരിക? ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ചായിട്ട് കാണിക്കണം, ഒന്ന് ലോങ് ചെയിൻ ആയിട്ടും കാണിക്കണം. രണ്ടും സെയിം ആൽക്കൈൽ ഗ്രൂപ്പാണ്, അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പോൾ എന്ത് പേര് വരും? ഈ ഈഥൈൽ അറ്റാച്ച് ചെയ്യണത് നൈട്രജനേറ്റാണ്. സോ എൻ ഈഥൈൽ എത്താനമീൻ, എൻ ഈഥൈൽ എത്താനമീൻ. ഓക്കെ. ദെൻ CH3 ത്രൈസ് N. പ്രൈമറിയാ സെക്കൻഡറിയാ ടെർഷറിയാ വരിക? N ആണുള്ളത്. അപ്പോൾ എന്ത് വരും? N ആണുള്ളെങ്കിൽ എന്താ വരിക? ടെർഷറി അല്ലേ? NH2 ആണെങ്കിൽ പ്രൈമറി, NH ആണെങ്കിൽ സെക്കൻഡറി, N മാത്രമാണെങ്കിൽ ടെർഷറി. അപ്പോൾ ഇതിൻ്റെ കോമൺ നെയിമിലേക്ക് വരുമ്പോൾ 3 മീഥൈൽ ഗ്രൂപ്പുള്ള അമീനാണ്. 3 മീഥൈൽ ഗ്രൂപ്പുള്ള അമീനാണ്. സോ കോമൺ നെയിം ഈസ് ട്രൈ. 3 ആണെങ്കിൽ ട്രൈ എന്നാണല്ലോ കൊടുക്കുക. അപ്പോൾ ട്രൈ മീഥൈൽ അമീൻ. കോമൺ നെയിം ഈസ് ട്രൈ മീഥൈൽ അമീൻ. IUPAC നെയിം എന്താ വരിക? IUPAC നെയിം IUPAC നെയിം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം CH3 3 ഒരു എന്നും. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കാം. ഇതൊരു N, ഒരു CH3, ഒരു CH3, ഒരു CH3 അല്ലേ? CH3 ത്രൈസ് N. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് മൂന്നും ഒരേ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാർബണിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നൈട്രജനെ ചേർത്തി പറയാം. ഏതെങ്കിലും ഒരു കാർബണിലേക്ക് നൈട്രജനെ ചേർക്കാം. ബാക്കി 2 CH3 ബ്രാഞ്ചായിട്ടും കാണാം. 2 CH3 ബ്രാഞ്ചായിട്ടും കാണാം. ഏതെങ്കിലും ഒരു കാർബണിലേക്ക് എന്ത് ചെയ്യുക? ഇതിനെ ചേർത്തി പറയാം. അപ്പോൾ എന്താ നമ്മൾ IUPAC നെയിം വരിക? ഒരു മീഥൈൽ അല്ല. അപ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നത് എവിടേക്കാണ്? നൈട്രജനിലേക്കാണ്. പിന്നെ ബാക്കി എന്താണ്? മെത്താനമീനാണ് വരുന്നത്. അപ്പോൾ നൈട്രജനിലേക്ക് 2 മീഥൈൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, N അടുത്തതും N കേട്ടോ. 2 മീഥൈൽ വരുന്നുണ്ട്. അപ്പോൾ NN ഡൈ മീഥൈൽ, പിന്നെ മെത്താനമീൻ, NN ഡൈമീഥൈൽ മെത്താനമീൻ, NN ഡൈമീഥൈൽ മെത്താനമീൻ. ഓക്കെ. അത് C2H5 ത്രൈസ് N എങ്ങനെയായിരിക്കും? ചെറിയ വ്യത്യാസമുള്ളൂ. ഇവിടെ മീഥൈൽ, ഇവിടെ ഈഥൈൽ. അപ്പോൾ കോമൺ നെയിമിൽ എന്ത് കൊടുക്കാം? ട്രൈ ഈഥൈൽ അമീൻ, ട്രൈ ഈഥൈൽ അമീൻ. IUPAC നെയിം നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ കൊടുക്കാം, NN ഡൈ ഈഥൈൽ. മീഥൈലിന് പകരം ഈഥൈലായി, എത്ര വ്യത്യാസമുള്ളൂ? NN ഡൈ ഈഥൈൽ എത്താനമീൻ, NN ഡൈ ഈഥൈൽ എത്താനമീൻ. ഇങ്ങനെയാണ് നമ്മൾ ആലിഫാറ്റിക് അമീനുകൾക്ക് കോമൺ നെയിമും IUPAC നെയിമും ഒക്കെ കൊടുക്കുക. ഇങ്ങനെയാണ്. ഇനി നമുക്ക് ആരോമാറ്റിക് അമീനുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കാൻ നോക്കാം. ശ്രദ്ധിക്കുക, ആരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ ഒരു ബെൻസീൻ റിങ്ങിനോട് കൂടെ എന്ത് ചെയ്യുക? ഒരു NH2 വരിക. ബെൻസീൻ റിങ്ങിനോട് കൂടെ NH2 വന്നാൽ അതിൻ്റെ പേരെന്താ? നമുക്ക് ബെൻസീൻ റിങ്ങിനോട് കൂടെ NH2 വരിക. അതാണല്ലോ ആരോമാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ. NH2 നമുക്കറിയാം. ബെൻസീൻ എന്ന് പറയുമ്പോൾ C6H6 ആണ്. അതിലത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് പകരം NH2 വരും.
അതായത് C6H5NH2 അതാണ് ഈ വരച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേരെന്താ? C6H5NH2ൻ്റെ പേര് ബെൻസീൻ അമീൻ. ബെൻസീൻ അമീൻ. പക്ഷെ അതിൻ്റെ കോമൺ നെയിം അനിലിൻ എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഏതാണ്? ബെൻസീൻ അമീനാണ്. ബെൻസീൻ്റെ അമീനാണ് ബെൻസീൻ അമീൻ. കോമൺ നെയിം എന്താണ്? അനിലിൻ. ബെൻസീൻ അമീൻ കോമൺ നെയിം. ചേർക്കുമ്പോൾ ഈ വേണ്ട, ഒന്നിച്ചൊരു പേരാണ് കേട്ടോ. ബെൻസീൻ അമീൻ, ഇറ്റ്സ് കോമൺ നെയിം ഈസ് അനിലിൻ. അപ്പോൾ അനിലിൻ എന്നുള്ള പേരിലാണ് നമ്മളിത് പറയാം, അനിലിൻ. ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു ഡെറിവേറ്റീവ് നമുക്ക് വരച്ചു നോക്കാം. ഇപ്പോൾ നോക്കി, ഈ NH2 ഇല്ലേ, ആ 2 NH2 നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കാം. ഒരാളെ പെടുന്ന ഒഴിവാക്കി, ഒരാളെ പെടുന്ന ഒഴിവാക്കി. എന്നിട്ട് 2 സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യാം? ഓരോ CH3 ഗ്രൂപ്പ് കൊണ്ടുവരാം, ആൽക്കൈൽ ഗ്രൂപ്പ് കൊണ്ടുവരാം. ഇത് ടെർഷറി ആണ്, നിങ്ങൾക്ക് അറിയണം കേട്ടോ. N ഉണ്ടെങ്കിൽ അതെന്താണ്? ടെർഷറി ആണ്. NH2 ആണെങ്കിൽ എന്താണ്? പ്രൈമറി ആണ്. ഇതൊക്കെ നമുക്കറിയാം. അപ്പം ഇനി ഇതിൻ്റെ പേര് നമ്മൾ എന്താ കൊടുക്കുക? ബെൻസീൻ്റെ മേലെ NCH3 ട്വൈസ്. ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇത് മീഥൈൽ ഗ്രൂപ്പല്ലേ വരുന്നത്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഡൈ മീഥൈൽ. രണ്ടും വരുന്നത് കൊടുക്കുക നൈട്രജനിലേക്കാണ്. അപ്പോൾ NN ഡൈ മീഥൈൽ. ബാക്കി പേരെന്താ? അനിലിൻ. നൈട്രജൻ അടക്കമുള്ള പേരാണ് അനിലിൻ. അപ്പോൾ NN ഡൈ മീഥൈൽ അനിലിൻ. NN ഡൈമീഥൈൽ അനിലിൻ. ഓക്കെ, നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് വരച്ച് നോക്കാം. അപ്പം ഇത് NH2, ഇവിടെ ഒരു Br, അഗെയിൻ Br. എന്തായിരിക്കും? അല്ല, അനിലിൻ്റെ ഡെറിവേറ്റീവാണ് വരുന്നത്. NH2ന് നമ്പർ 1 കൊടുത്താൽ ഇത് പൊസിഷൻ 2, 3, 4, 5, 6. ഇപ്പം എന്താ പേര് വരിക? 2, 4, 6 ട്രൈബ്രോമോ. 3 ബ്രോമിനുണ്ട്. സോ ട്രൈബ്രോമോ, ബാക്കി അനിലിൻ. 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ. 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ. 2, 4, 6 ട്രൈബ്രോമോ അനിലിൻ. ഓക്കെ, അപ്പോൾ അറൈൽ അമീനുകൾക്ക് നമ്മൾ പേര് കൊടുക്കുക. അനിലിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടാണ് നമ്മൾ പേര് കൊടുക്കുക. അനിലിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? C6H5NH2. അതിനെ നമ്മൾ ഇങ്ങനെ കാണിക്കുക, C6H5NH2 അനിലിൻ. ബെൻസീൻ അമീൻ, അതിൻ്റെ കോമൺ നെയിമാണ് അനിലിൻ. നെക്സ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്. അമീൻസിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ആദ്യം അമീൻ ഉണ്ടാക്കുന്നത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് എങ്ങനെ അമീൻ ഉണ്ടാക്കാം നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാലോ ആൽക്കൈനെയാണ് എന്തെന്ന് വിളിക്കുക? ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കാം, C2H5I, ഈഥൈൽ അയഡൈഡ് എടുത്തു. ഈ ഈഥൈൽ അയഡൈഡിന് നമ്മൾ അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യാം, NH3യുമായിട്ട് റിയാക്ട് ചെയ്യാം. ഈഥൈൽ അയഡൈഡിന് ആൽക്കഹോളിക് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകൾ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു. ഇപ്പോൾ C2H5I ട്രീറ്റഡ് വിത്ത് അമോണിയ. എങ്ങനെ റിയാക്ഷൻ നടക്കുക നോക്ക്. NH3യിലെ ഒരു ഹൈഡ്രജനും ഈ അയഡിനും കൂടെ കൂടിച്ചേരും. എന്തുണ്ടാവുക? ഹൈഡ്രജനും അയഡിനും കൂടെ കൂടിച്ചേർന്നാൽ ഹൈഡ്രജൻ അയഡൈഡ് HI പ്ലസ്. ഇനി ആരാ ബാക്കിയുള്ളത്? C2H5. ഇവിടെ എത്ര ഉണ്ട്? NH2. C2H5 NH2. അപ്പോൾ HI പ്ലസ് C2H5 NH2. C2H5 NH2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ പ്രൈമറി അമീൻ അല്ലേ? C2H5 NH2 എന്താണ്? പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിൽ നമ്മൾ റിയാക്ഷൻ നടക്കുന്നത്, ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, C2H5I.
പ്ലസ് നമ്മൾ ഈ കിട്ടിയ പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യാം. C2H5NH2 ഗീവ്സ് എന്താ കിട്ടുക? ഇതിലത്തെ ഒരു ഹൈഡ്രജനും ഈ അയഡിനും കൂടെ കൂടിയിട്ട് എന്തുണ്ടാവുന്നു? HI ഉണ്ടാകുന്നു, ഹൈഡ്രജൻ അയഡൈഡ്. പ്ലസ് ബാക്കിയാണുള്ളത് C2H5 വീണ്ടും C2H5NH. അപ്പോൾ രണ്ട് C2H5ഉം NHഉം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം, C2H5 ട്വൈസ് NH. NH എന്നുള്ള ഫോം കിട്ടി. അപ്പോൾ ഏതാ അമീനാ? NH ആണെങ്കിൽ സെക്കൻഡറി അമീൻ. NH ആണെങ്കിൽ ഏതാണ്? സെക്കൻഡറി അമീൻ. ഇനി നമ്മൾ ടെർഷറി അമീൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രോഡക്റ്റിനെയാണ് ഉപയോഗിക്കുന്നത്. ഏത് വെച്ച് റിയാക്ട് ചെയ്യും? ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നോക്ക്, C2H5I പ്ലസ് ദിസ് സെക്കൻഡറി അമീൻ C2H5 ട്വൈസ് NH. എന്താ കിട്ടുക? ഈ എച്ചും ഈ ഐയും കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും? HI, ഹൈഡ്രജൻ അയഡൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. പ്ലസ് C2H5 ട്വൈസ് NH. H ഇല്ല, N. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C2H5 ത്രൈസ് N. C2H5 ത്രൈസ് N. ഏതാ കിട്ടി? വി ഗെറ്റ് ടെർഷറി അമീൻ ആസ് ദി പ്രോഡക്റ്റ്. ഈ ടെർഷറി അമീനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യാം. ടെർഷറി അമീനെ വീണ്ടും നമ്മൾ ആൽക്കൈൽ ഹാലൈഡായിട്ട് ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. നോക്കൂ, C2H5I പ്ലസ് C2H5 ത്രൈസ് N. ഇപ്പം എത്ര C2H5 ആയി? 4 അല്ലേ? ഇവിടെ അയഡിനെ കൊണ്ടുപോകാൻ ഇതിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അവിടെ സംഭവിക്കുന്നത് C2H5 4 ടൈംസ്, പിന്നെ ഇവിടെ N ഉണ്ട്, I ഉണ്ട്. അയഡിനാണ് അവിടെ മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ I മൈനസ് ആയിട്ട് നിൽക്കും, N പ്ലസ് ആയിട്ട് നിൽക്കും. അപ്പോൾ എന്താ വരിക? C2H5 4 ടൈംസ് N പ്ലസ് I മൈനസ്. ഇതിനെ പറഞ്ഞ പേര് ക്വാർട്ടേർണറി അമോണിയം അയഡൈഡ്, അല്ലെങ്കിൽ ക്വാർട്ടേർണറി അമോണിയം സാൾട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ടെർഷറി അമീനെ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വാർട്ടേർണറി അമോണിയം സാൾട്ട് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ക്വാർട്ടേർണറി അമോണിയം സാൾട്ട് എന്ന് പറയാം കോമൺ ആയിട്ട് കേട്ടോ. ക്വാർട്ടേർണറി അമോണിയം സാൾട്ട്, ക്വാർട്ടേർണറി അമോണിയം സാൾട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അമീൻ പ്രിപ്പയർ ചെയ്യാനുള്ള അടുത്ത മെത്തേഡ് ഫ്രം നൈട്രോ കോമ്പൗണ്ട്സ്. നൈട്രോ കോമ്പൗണ്ടുകളിൽ നിന്നും എങ്ങനെയാണ് അമീൻ ഉണ്ടാക്കാം? അപ്പോൾ നമുക്ക് ഒരു നൈട്രോ കോമ്പൗണ്ട് എടുക്കാം. C2H5NO2, നൈട്രോ ഈഥൈൻ C2H5NO2. ഇതിന് നമ്മൾ എന്താക്കണം? അമീനാക്കി മാറ്റണം. അപ്പോൾ ഈ NO2 എന്നുള്ളത് NH2 എന്നായ എന്തായി? അമീനായി അല്ലേ? ഓക്സിജൻ അവിടുന്ന് പോവുകയും ചെയ്തു, ഹൈഡ്രജൻ വരും ചെയ്തു. ഈ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ഇതിനെ വിളിക്കുന്ന പേരെന്താ? റിഡക്ഷൻ എന്നാണ് വിളിക്കുക. റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഹൈഡ്രജനെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ റിഡക്ഷൻ നടക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ഹൈഡ്രജൻ ഇങ്ങനെ എഴുതിയ മീനിങ് എന്താണ്? റിഡക്ഷൻ നടക്കുന്നു. അപ്പം നൈട്രോ കോമ്പൗണ്ടിനെ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നല്ല റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കേണ്ടി വരും. ഒരു നല്ല റെഡ്യൂസിങ് ഏജൻ്റ് ആണ് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl. സിങ്ക് ബാർ HCl, ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഈ റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് റിഡക്ഷൻ നടക്കാം. റിഡക്ഷൻ നടക്കുമ്പോൾ NO2 എന്താവണം? NH2 ആയിട്ട് മാറണം. NO2 NH2 ആവണം. അപ്പോൾ ഏതാ പ്രോഡക്റ്റ്? C2H5NH2. C2H5NH2 പ്ലസ് ഈ ഓക്സിജൻ പോണ്ടേ? 2 ഓക്സിജൻ ഉണ്ട്. 2 ഓക്സിജൻ പോവുക എന്ന് പറഞ്ഞാൽ അത് വാട്ടറിൻ്റെ ഫോമിലാണ് പോവുക. വാട്ടറിൻ്റെ ഫോമിൽ പോവുക, 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എത്ര വാട്ടർ വേണ്ടി വരും?
2H2O. ഇപ്പോഴല്ലേ 2 ഓക്സിജൻ ആവാ, 2H2O. ഇനി ശ്രദ്ധിക്കുക, ഇപ്പൊ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഇവിടെ ആഡ് ചെയ്യേണ്ടി വന്നു ഈ റിയാക്ഷനിലെ? നോക്ക്, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 4 ഹൈഡ്രജൻ, ടോട്ടൽ 6 ഹൈഡ്രജൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, 6 എന്ന് കൊടുക്കാം. അപ്പോൾ C2H5NO2 പ്ലസ് 6 ഹൈഡ്രജൻ. ഇവിടെ 6 കൊടുത്തില്ല വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം ഇങ്ങനെ ഹൈഡ്രജന് സ്ക്വയർ ബ്രാക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ റിഡക്ഷൻ എന്നാണ്. അപ്പോൾ എത്രയാണ് ആവശ്യമുള്ളത് അത്രയും എടുക്കാമെന്നാണ് മീനിങ്. അപ്പോൾ റിഡക്ഷൻ നടന്നു. ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ബാർ HCl we get C2H5NH2, that is a primary amine plus water molecule. ഓക്കെ, അപ്പോൾ അതേപോലെയാണെങ്കിൽ ഈ നൈട്രോബെൻസീനെ നമുക്ക് എന്ത് ചെയ്യണം, അനിലിനാക്കി മാറ്റണം. എന്താ ചെയ്യാം, നൈട്രോബെൻസീൻ NO2 അല്ലെ, നൈട്രോബെൻസീൻ. അനിലിൻ എന്ന് പറയുമ്പോൾ എന്ത് വേണം, ഇവിടെ NH2 എന്നാവണം. ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ NH2 വരുമ്പോഴാണ് എന്ത്, അനിലിൻ. അപ്പോൾ O2 മാറിയിട്ട് H2 വരണം. എന്താ ചെയ്യുക, മുകളിൽ ചെയ്ത അതേ റിയാക്ഷൻ തന്നെ നടത്തുക. ഏതാ, റിഡക്ഷൻ നടത്തി. റിഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രജൻ കാണിക്കുന്നത്. ഏതാ റെഡ്യൂസിങ് ഏജൻറ്റ്, സിങ്ക് ബാർ HCl ഇതന്നെ ഉപയോഗിക്കാം. ഒരുപാട് റെഡ്യൂസിങ് ഏജൻ്റ് ഉണ്ട്. ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് HCl ഉണ്ട്. പിന്നെ ഹൈഡ്രോജനേഷൻ നടത്താം അല്ലേ, നിക്കൽ ബാർ H2, ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം സിങ്ക് ബാർ HCl തന്നെ ഉപയോഗിക്കുക. കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്, അവിടുത്തെ NO2 എന്തായിട്ട് മാറി, NH2 ആയിട്ട് മാറി. ഇതിനെ അനിലിൻ എന്ന് വിളിക്കും. പിന്നെ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ അത് 2 വാട്ടർ മോളിക്യൂളായി പോട്ടെ, 2H2O. ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, 6 ഹൈഡ്രജൻ എന്ന് കൊടുക്കാം. അങ്ങനെ നൈട്രോ കോമ്പൗണ്ടിനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു മെത്തേഡ് നോക്കുന്നത് ആൽക്കൈൽ സയനൈഡിൽ നിന്നും ഐസോസയനൈഡിൽ നിന്നൊക്കെ എങ്ങനെയാണ് അമീൻ ഉണ്ടാക്കുക നോക്കാം. ഫ്രം ആൽക്കൈൽ സയനൈഡ് ആൻഡ് ഐസോസയനൈഡ്, ആൽക്കൈൽ സയനൈഡിൽ നിന്നും ഐസോസയനൈഡിൽ നിന്നൊക്കെ എങ്ങനെ അമീൻ ഉണ്ടാക്കാം നോക്കൂ. ആൽക്കൈൽ സയനൈഡ് എന്ന് പറഞ്ഞാൽ CH3CN ആൽക്കൈൽ സയനൈഡ്. ഐസോസയനൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഫോമാണ് CH3NC. NC എന്ന് എഴുതിയാൽ ഐസോസയനൈഡ്, CN എന്ന് എഴുതിയാൽ സയനൈഡ്. അപ്പോൾ ഇത് ആൽക്കൈൽ സയനൈഡ്, ഇത് ആൽക്കൈൽ ഐസോസയനൈഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അമീൻ ഉണ്ടാക്കണം. എന്താ ചെയ്യാം, അമീൻ ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ CH3 CH2 NH2 ഇങ്ങനെ ഉണ്ടായാൽ പോരെ. CH3 CH2 NH2. അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്യണം, ഹൈഡ്രജൻ ആഡ് ചെയ്യണം. ഹൈഡ്രജൻ ആഡ് ചെയ്യണതിനെ നമ്മൾ എന്താ വിളിക്കുക, റിഡക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, റിഡക്ഷൻ നടത്തുക. ഹൈഡ്രജൻ ആഡ് ചെയ്യുക, അതായത് റിഡക്ഷൻ. ഇവിടെ റിഡക്ഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. നമ്മൾ ആദ്യം ആൽക്കൈൽ സയനൈഡിനെയാണ് റിഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ CH3 CH2 NH2 അങ്ങനെ കിട്ടും. CH3 CH2 NH2 CH3 CH2 NH2. അതായത് ആൽക്കൈൽ സയനൈഡിനെ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, NH2 എന്നാണ് ആ പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ആൽക്കൈൽ സയനൈഡ് റിഡക്ഷൻ നടത്തിയാൽ വി ഗെറ്റ് പ്രൈമറി അമീൻ. ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഇവിടെ നമ്മൾ CH2NH2 4 ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പോൾ ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 4 എന്ന് കൊടുക്കാം. ഇനി CH3NC അത് നമ്മൾ എന്ത് ചെയ്യണം, റിഡക്ഷൻ നടത്തുക ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ആൻഡ് C2H5OH. സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ റിഡക്ഷൻ നടത്തുക. അപ്പോൾ എന്തായിരിക്കും വരിക, ഇവിടെ NC എന്നാണ്,
അപ്പോൾ നൈട്രജൻ്റെ കൂടെ ഹൈഡ്രജൻ വരും, പിന്നെ കാർബണിൻ്റെ കൂടെയും ഹൈഡ്രജൻ വരും. ശ്രദ്ധിക്കുക, കാർബൺ ഒരു എൻഡിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കാർബണിൻ്റെ വാലൻസി ലെവൽ ചെയ്യണമെങ്കിൽ CH3 അവസാനിക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ നോക്കാം. CH3 തൽക്കാലം അവിടെ നിർത്തുക. CH3 നോക്ക്, ശരിക്കും NH2 CH2 4 ഹൈഡ്രജനാണ് വേണ്ടത്. അതിൽ 3 ഹൈഡ്രജൻ കാർബണിൻ്റെ കൂടെ വന്നു, അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇയാളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ NH CH3 NH CH3 NH എന്നുള്ള ഫോം വന്നാൽ ഏത് അമീന? NH വന്നു കഴിഞ്ഞാൽ സെക്കൻഡറി അമീൻ. NH വന്നാൽ ഏതാണ്? സെക്കൻഡറി അമീൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആൽക്കൈൽ സയനൈഡ് റിഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ പ്രൈമറി അമീൻ. ഐസോസയനൈഡ് റിഡക്ഷൻ നടത്തിക്കഴിഞ്ഞാലോ സെക്കൻഡറി അമീൻ. ആൽക്കൈൽ സയനൈഡ് റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി അമീനും ഐസോസയനൈഡ് റിഡക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ സെക്കൻഡറി അമീനും നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ. ഫ്രം അമൈഡ്. അമൈഡിൽ നിന്ന് എങ്ങനെയാണ് അമീൻ ഉണ്ടാക്കാൻ നോക്കാം. ഏതാണ് അമൈഡ് എന്ന് പറഞ്ഞാൽ? അമൈഡ് എന്ന് പറഞ്ഞാൽ RCONH2 എന്നുള്ള ഫോമാണ്. RCONH2. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്, പിന്നെ CONH2 ഉള്ളതിനെയാണ് നമ്മൾ അമൈഡ് എന്ന് വിളിക്കുക. ഇപ്പോൾ സപ്പോസ് CH3CONH2 ഇതൊരു അമൈഡാണ്. RCONH2 എന്നുള്ള ഫോം, അതായത് CH3CONH2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന്, ഈ അമൈഡിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കണം? അമീൻ ഉണ്ടാക്കണം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അമീൻ ഉണ്ടാക്കണമെങ്കിൽ ഈ ഓക്സിജൻ പോയിട്ട് പകരം ആര് വന്നാൽ മതി? H2 വന്നാൽ പോരെ. CH3CH2NH2 അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ് വേണ്ടത്. ഹൈഡ്രജൻ ആഡ് ചെയ്യണതിന് നമ്മൾ പറഞ്ഞ പേരെന്താ? റിഡക്ഷൻ എന്നാണ് വിളിക്കുക. റിഡക്ഷൻ നടക്കാനുള്ള റെഡ്യൂസിങ് ഏജൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ, അല്ലെ? ആൽക്കഹോൾ C2H5OH ഒക്കെ ഉപയോഗിക്കാം. സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ CO എന്നുള്ളത് എന്തായിട്ട് മാറും? CH2 എന്നായിട്ട് മാറും. ഈ O എന്ത് ചെയ്യും? H2O ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഏതാ? CH3CH2NH2 പ്ലസ് H2O ആയിട്ട് പോകണം. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടേക്ക് 2 ഹൈഡ്രജൻ ആഡ് ചെയ്തു. ഓക്സിജൻ വാട്ടർ ആയിട്ട് പോവുകയാണെങ്കിൽ 2 ഹൈഡ്രജനും കൂടെ വേണം. അപ്പോൾ ടോട്ടൽ നമ്മളിവിടെ 4 ഹൈഡ്രജൻ ആഡ് ചെയ്തു. CH3CONH2 റിഡക്ഷൻ നടത്തിക്കഴിയുക. ആരെ പ്രസൻസിലാണ് റിഡക്ഷൻ? സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. വി ഗെറ്റ് എ പ്രൈമറി അമീൻ ആസ് ദി പ്രോഡക്റ്റ്. പ്രൈമറി അമീൻ എന്ത് ചെയ്യും? പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, ഒരു നെയിം റിയാക്ഷനാണ്. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. അമൈഡിൽ നിന്നുള്ള റിയാക്ഷൻ തന്നെയാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഈ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മളൊരു അമൈഡ് എടുക്കും. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു അമൈഡ് എടുക്കാം. C2H5CONH2 അമൈഡ് എടുത്തു. ഈ അമൈഡ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി. അമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി. അമൈഡ് ആരായിട്ടാണ് ട്രീറ്റ് ചെയ്യണത്? ബ്രോമിനുമായിട്ടും അതേപോലെ തന്നെ ആൽക്കലി, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ആൽക്കലിയുമായിട്ടും ആരുടെ റിയാക്ഷൻ നടക്കുന്നു? അമൈഡ്. വെൻ ആൻ ആസിഡ് അമൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി, അങ്ങനെ റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പ്രൈമറി അമീനാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ആ പ്രൈമറി അമീൻ്റെ പ്രത്യേകത, ഇപ്പം ഇവിടെ നോക്ക്, ഈ ഒരു അമൈഡിൽ എത്ര കാർബണാറ്റ് ഉണ്ട്? ഇവിടെ 2ഉം ഇവിടെ 1ഉം, 3 കാർബണാറ്റ് ഉണ്ടല്ലോ. ആ അമൈഡിലുള്ളതിനേക്കാളും ഒരു കാർബണാറ്റം കുറവുള്ള പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. 1 കാർബണാറ്റം ലെസ് ദാൻ ഇൻ ദ അമൈഡ്. അമൈഡിലുള്ളതിനേക്കാളും ഒരു കാർബണാറ്റം കുറവുള്ള അമീനാണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇപ്പോൾ ഇവിടെ 3 കാർബണാറ്റ് ഉണ്ട്, അപ്പോൾ 2 കാർബണാറ്റുള്ള അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഏതാ കിട്ടുക? C2H5NH2. C2H5NH2. പിന്നെ ശ്രദ്ധിക്കേണ്ടത്,
പൊട്ടാസ്യവും ബ്രോമിനും കൂടി ചേർന്നിട്ട് KBr പൊട്ടാസ്യം ബ്രോമൈഡ് ഉണ്ടാവും. പൊട്ടാസ്യം ബ്രോമൈഡ് KBr. ശ്രദ്ധിക്കുക, ഇവിടെ 2 Br ഉണ്ട്, അതുകൊണ്ട് 2KBr. പിന്നെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുക, ഇവിടെ സിയും ഓയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ സി ഉണ്ട്, ഓ ഉണ്ട്, ഇവിടെ ഓ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ചിട്ട് K2CO3 പൊട്ടാസ്യം കാർബണേറ്റ് K2CO3 അത് ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ 4 പൊട്ടാസ്യം വേണം, 4KOH എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ ആൻ ആസിഡ് അമൈഡ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ആൻഡ് ആൽക്കലി we get primary amine as the product. That primary amine contain 1 carbon atom less than that in the amide. അമൈഡിനുള്ളതിനേക്കാളും 1 കാർബൺ ആറ്റം കുറവുള്ള പ്രൈമറി അമീനാണ് എന്ത് ചെയ്യുക, പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അമൈഡിനുള്ളതിനേക്കാളും 1 കാർബൺ ആറ്റം കുറവുള്ള പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ എന്ന് പറയാം. അതായത് വെൻ ആൻ ആസിഡ് അമൈഡ് treated with bromine and alkali, a primary amine with 1 carbon atom less is formed. With 1 carbon atom less is formed. This is known as Hofmann bromamide reaction. Hofmann bromamide reaction. ഇനി നമുക്ക് പ്രിപ്പറേഷൻ മെത്തേഡിൽ ഒരൊറ്റ മെത്തേഡും കൂടിയാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നെയിം റിയാക്ഷൻ തന്നെയാണ്. ഏതാണെന്ന് നോക്കാം. അടുത്ത മെത്തേഡിൻ്റെ പേരാണ് ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ. ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ. ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷനിലൂടെ എങ്ങനെയാണ് നമ്മൾ പ്രൈമറി അമീൻ ഉണ്ടാക്കാം, ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതിനാദ്യം താലിമൈഡ് എന്നുള്ള കോമ്പൗണ്ട് എടുക്കണം. താലിമൈഡ് എന്നുള്ള കോമ്പൗണ്ട് ഇങ്ങനെയാണ് വരയ്ക്കുക. താലിമൈഡ് വരയ്ക്കണത് ഒരു ബെൻസീൻ റിംഗ് വരക്കണം. ഇവിടെ ഒരു CO, ഇവിടെയും CO. NH. ഇതിൻ്റെ പേരാണെന്ത്, താലിമൈഡ്. ബെൻസീൻ റിംഗ്, പിന്നെ മേലക്കും താഴേക്കും ഓരോ CO, NH. ഇതാണ് താലിമൈഡ്. ഇറ്റ്സ് നെയിം ഈസ് താലിമൈഡ്. എഴുതുമ്പോൾ PH ഒക്കെ ഉണ്ടാവും, പക്ഷെ PH സൈലൻ്റ് ആയിട്ടാണ് നമ്മൾ പറയാം, താലിമൈഡ്. ഈ താലിമൈഡിനെ നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് ആൽക്കലിയുമായിട്ടാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ആൽക്കലിയുമായിട്ട് റിയാക്ഷൻ നടത്താം. ആൽക്കലിയുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ ഈ OHും ഇതിലത്തെ Hഉം കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും, Hഉം OHും കൂടെ കൂടിയിട്ട് വാട്ടർ മോളിക്യൂൾ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും, H2O. ആ H2O അവിടുന്ന് പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, H2O പോയി, അതിന് -H2O എന്ന് കാണിച്ചു. ഈ H പോയ സ്ഥലത്തേക്ക് പിന്നെ ആര് കയറി വരും, ഈ K ഇങ്ങോട്ട് ഇറങ്ങി വരും. H പോയടുത്ത് ആര് വരും, K വരും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടും. CO NK എന്ന് വരും, NK. H പോയടുത്ത് കാര്യം വന്നു, K വന്നു, അപ്പോൾ നമുക്ക് CO അവിടെ NK എന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ പേരെന്താ, ആ പ്രോഡക്റ്റിൻ്റെ പേര് പൊട്ടാസ്യം താലിമൈഡ് എന്നാണ് വിളിക്കുക. പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്ന താലിമൈഡ്. സോ ഇറ്റ്സ് നെയിം ഈസ് പൊട്ടാസ്യം താലിമൈഡ്. ഈ പൊട്ടാസ്യം താലിമൈഡിലേക്ക് നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യണത് C2H5Br. C2H5Br ഈഥൈൽ ബ്രോമൈഡ് ആഡ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ Brഉം ഈ Kയും Brഉം കൂടെ കൂട്ടിയിട്ട് എന്തുണ്ടാവും, പൊട്ടാസ്യം ബ്രോമൈഡ് അവിടെ നിന്ന് പോകും. അപ്പോൾ -KBr. ഇനി ആ പൊട്ടാസ്യം പോയ സ്ഥലത്ത്, K പോയ സ്ഥലത്തേക്ക് ആരാ വരിക, C2H5 വരും. K പോയ സ്ഥലത്തേക്ക്
C2H5 വരും. നമുക്കിവിടെ വരച്ചു നോക്കാം. NC2H5 ഇവിടെ CO, താഴേക്ക് CO, മേലേക്ക് CO, NC2H5. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? N ആൽക്കൈൽ താലിമൈഡ്. N ആൽക്കൈൽ താലിമൈഡ്. N ആൽക്കൈൽ താലിമൈഡ്. ഇറ്റ്സ് നെയിം ഈസ്, അവിടെ ഈഥൈലാണ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യാം? N ഈഥൈൽ താലിമൈഡ് എന്ന് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. N ഈഥൈൽ താലിമൈഡ്. N ഈഥൈൽ താലിമൈഡ്. ഈ N ഈഥൈൽ താലിമൈഡിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുക, അതായത് H2O ആഡ് ചെയ്യാം. N ഈഥൈൽ താലിമൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുക C2H5N-ഉം 2 ഹൈഡ്രജനും കൂടെ വന്നിട്ട് C2H5NH2 ഒരു പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. C2H5NH2 ഹൈഡ്രോളിസിസ് നടത്തുകയാണ്. അപ്പോൾ CO എന്നുള്ളത് COOH ആയിട്ട് മാറും. ഈ CO എന്താവും? COOH ആയിട്ട് മാറും. CO എന്നുള്ളത് COOH ആയിട്ട് മാറും. ഇതെന്താവും? പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു പ്രോഡക്റ്റ് C2H5NH2 പ്രൈമറി അമീൻ പ്ലസ് ഇത് CO എന്നുള്ളത് എന്താവും? COOH ആയിട്ട് മാറും. അതിന് താലിക് ആസിഡ് എന്നാണ് വിളിക്കുക കേട്ടോ. ഈ പ്രോഡക്റ്റ് ഞാൻ ഇതിന് ശേഷമുള്ള പ്രോഡക്റ്റ് ഞാൻ ഇവിടെ എഴുതുകയാണ്. COOH, ഇവിടെയും COOH. COOH, ഇവിടെയും COOH. ഈ പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? താലിക് ആസിഡ്. താലിക് ആസിഡ്. ഈ പ്രോഡക്റ്റിൻ്റെ പേര് താലിക് ആസിഡ്. ഓക്കെ. അപ്പോൾ ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം താലിമൈഡ് എന്നുള്ള പ്രോഡക്റ്റ് എടുത്തു, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു, വാട്ടർ മോളിക്യൂൾ പോയി, ദെൻ വി ഗെറ്റ് പൊട്ടാസ്യം താലിമൈഡ്. പൊട്ടാസ്യം താലിമൈഡിലേക്ക് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക? N ആൽക്കൈൽ താലിമൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ആൽക്കൈൽ താലിമൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി, അതിനെ ഹൈഡ്രോളിസിസ് നടത്തി, വി ഗെറ്റ് പ്രൈമറി അമീൻ. പ്രൈമറി അമീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി, പ്ലസ് ആരുണ്ടാവും? താലിക് ആസിഡും പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവും. പ്രൈമറി അമീൻ ആൻഡ് താലിക് ആസിഡ്. ഇതാണ് ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസ്. അമീൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ശ്രദ്ധിക്കേണ്ടത്, ചെറിയ അമീനുകൾ ലോവർ ആലിഫാറ്റിക് അമീൻസ് ആർ കളർലെസ് ഗ്യാസസ്. വളരെ ചെറിയ കുറച്ച് കാർബണാറ്റുള്ള അമീനുകൾ ലോവർ ആലിഫാറ്റിക് അമീൻസ് ആർ കളർലെസ് ഗ്യാസസ്. പിന്നെ കാർബണാറ്റം 3 മുതൽ 11 വരെയുള്ള അമീനുകൾ ലിക്വിഡ്സ് ആണ്. അതായത് കാർബൺ 1 മുതൽ 2 വരെയുള്ള അമീനുകൾ ഗ്യാസസ്. കാർബൺ 3 മുതൽ 11 വരെയുള്ളവർ ലിക്വിഡ്സ്. പിന്നെ അതിനേക്കാളും കൂടുതൽ കാർബൺ ഉള്ളതൊക്കെ സോളിഡ്സ് ആണ്. സോളിഡ്. അതായത് ലോവർ ആലിഫാറ്റിക് അമീൻസ് ആർ ഗ്യാസസ്. കാർബണാറ്റം 3 to 11 ആണെങ്കിൽ ലിക്വിഡ്സ്, ഗ്രേറ്റർ ദാൻ 11 ആണെങ്കിൽ സോളിഡ്സ്. ഓക്കെ. പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അമീൻ്റെ ബോയിലിംഗ് പോയിന്റുകളെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. നമുക്ക് അമീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമോണിയയുടെ ഡെറിവേറ്റീവാണ്. അമോണിയയിൽ ഏത് ബോണ്ട് ഉണ്ട്? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ
അവിടെ ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. അതായത് നോർമൽ ഹൈഡ്രോ കാർബണുകളെ കമ്പയർ ചെയ്യുമ്പോൾ അമീൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. നോർമൽ ഹൈഡ്രോ കാർബണുകൾ എടുക്കുക, ഈഥൈൻ, മീഥൈൻ, പ്രൊപ്പൈനൊക്കെ എടുക്കുമ്പോൾ മെത്താനമീൻ, എത്താനമീൻ, പ്രൊപ്പാനമീൻ്റെ ഒക്കെ കേസിൽ എന്താണ് ബോയിലിംഗ് പോയിന്റ് കൂടും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതേസമയം ഇപ്പോൾ ആൽക്കഹോള്, കാർബോക്സിലിക് ആസിഡ് ഇവരെ എടുക്കുകയാണെങ്കിൽ, ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. അമീൻ്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ട് കുറച്ച് വീക്കാണ്. അപ്പോൾ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അമീൻ്റെ കേസിൽ വീക്ക് ഹൈഡ്രജൻ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർമൽ ഹൈഡ്രോ കാർബണുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് amines show high boiling point. When compared with alcohol, carboxylic acid, etc., they have high or strong hydrogen bonding. അവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അമീൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്താണ്, അതിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, പിന്നെ വേറെ നമുക്ക് പറയാനുള്ളത് സോലുബിലിറ്റിയാണ്. ഇനി അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോഴേ ഒരു കാര്യം കൂടെ പറയണം. ഇപ്പം ടെർഷറി അമീൻ നമുക്കറിയാം R3N എന്നുള്ള ഫോമാണ്. അവിടെ NH2 ഒന്നും ഇല്ല. അപ്പോൾ അവിടെ എന്തില്ല, ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. അപ്പോൾ ടെർഷറി അമീൻ്റെ കേസിൽ പ്രൈമറി സെക്കൻഡറി അമീനുകളെക്കാളും ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം ടെർഷറി അമീനിൽ എന്തില്ല, ഹൈഡ്രജൻ ബോണ്ട് പ്രസൻ്റ് അല്ല. ഇനി സോലുബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലോവർ ആലിഫാറ്റിക് അമീൻസ്, ചെറിയ അമീനുകളൊക്കെ ആർ സോലുബിൾ ഇൻ വാട്ടർ ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് വാട്ടർ. ഇപ്പോൾ ലോവർ ആലിഫാറ്റിക് അമീൻസ്, ഒരു കാർബണും 2 കാർബണാറ്റൊക്കെ ഉള്ള ചെറിയ അമീനുകൾ, അവരൊക്കെ എന്താണ്, വാട്ടറിൽ സോലുബിൾ ആണ്. കാരണം അവിടെ എന്തുണ്ട്, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് വാട്ടർ മോളിക്യൂൾ. വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലാർ മാസ്, വലിയ അമീനായിട്ട് മാറാം. മോളിക്കുലാർ മാസ് ഇങ്ങനെ കൂടുമ്പോൾ വിത്ത് ഇൻക്രീസ് ഇൻ മോളിക്കുലാർ മാസ് സോലുബിലിറ്റി ഓഫ് അമീൻ ഇൻ വാട്ടർ ഡിക്രീസസ്. അമീൻ്റെ വാട്ടറിലുള്ള സോലുബിലിറ്റി എന്ത് ചെയ്യും, കുറയും. പിന്നെ അരോമാറ്റിക് അമീൻസ് ആർ ഇൻസോലുബിൾ ഇൻ വാട്ടർ. അനിലിൻ പോലെയുള്ള അരോമാറ്റിക് അമീനുകളൊക്കെ എന്താണ്, വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, ബട്ട് സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവൻസ് ലൈക്ക് ആൽക്കഹോൾ, ഈതർ, ബെൻസീൻ എക്സെട്ര. അപ്പോൾ അനിലിൻ പോലെയുള്ള അരോമാറ്റിക് അമീനുകൾ വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, പക്ഷെ എവിടെ സോലുബിൾ ആണ്, ഓർഗാനിക് സോൾവൻ്റായ ആൽക്കഹോള്, ബെൻസീൻ, ഈതർ തുടങ്ങിയവയിൽ സോലുബിളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബോയിലിംഗ് പോയിന്റ് കൂടണമെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരിക്കണം. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ തന്നെയാണ് എന്ത് ചെയ്യുക, സോലുബിലിറ്റിയും കൂടാം. ഓക്കെ, ഇതാണ്. പിന്നെ അമീൻ്റെ സ്മെല്ല് ഫിഷി സ്മെൽ എന്നുള്ളതാണ്. ഫിഷി ഓർ അമോണിയക്കൽ സ്മെൽ. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അമീൻ്റെ സ്മെല്ല് മീനിൻ്റെ സ്മെല്ലാണെന്ന് പറയാൻ പറ്റും. ഫിഷി ഓർ അമോണിയക്കൽ സ്മെല്ലാണ് അമീനിന് ഉണ്ടായിരിക്കുക. കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക അമീൻ്റെ ബേസിക് ക്യാരക്ടറിനെ പറ്റിയാണ്. ബേസിക് ക്യാരക്ടർ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ക്യാരക്ടറിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം അമീൻ എന്ന് പറഞ്ഞാൽ അമോണിയയുടെ ഡെറിവേറ്റീവാണ് അല്ലേ. അമീൻ എന്താണ്, അമോണിയയുടെ ഡെറിവേറ്റീവാണ് അമീൻസ്. അപ്പോൾ അമീൻസിൻ്റെ കേസിൽ അമീൻസ് ഹാവ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അമോണിയയിൽ നൈട്രജനിൽ എന്തുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് അമീനിൽ എന്തുണ്ടാവും, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആളുകളെ നമ്മൾ ലൂയിസ് ബേസ് എന്നാണ് വിളിക്കുക. ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ലൂയിസ് ബേസ്. അപ്പോൾ അമോണിയ ബേസിക് ആണ്. എന്തുകൊണ്ടാണ്, അമോണിയയിൽ നൈട്രജനിൽ ആരുണ്ട്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുക ലൂയിസ് ബേസ് എന്നാണ് വിളിക്കുക.
സോ ദെർഫോർ അമീൻസ് ആർ സ്ട്രോങ് ബേസസ്. അതുകൊണ്ട് അമീൻ എന്താണ്? നല്ല ബേസാണ്. അമോണിയ നല്ല ബേസാണ്. അമോണിയ ബേസ് ആയതുകൊണ്ട് അമീനും പൊതുവെ ബേസിക് സ്വഭാവമാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് സപ്പോസ് ഒരു അമീൻ എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു പ്രൈമറി അമീനാണ് RnH2. ഇതിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തി വെള്ളം ചേർത്തു. ഹൈഡ്രോളിസിസ് നടത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കോമ്പൗണ്ടിൽ വെള്ളം ചേർത്താൽ അത് OH- തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ വിളിക്കുക? ബേസിക് എന്നാണ് വിളിക്കുക. അപ്പോൾ RnH2 + H2O, അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് RnH3+ പ്ലസ് OH- ആണ്. RnH3+ പ്ലസ് OH-. അങ്ങനെ OH- തരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനെ, ഈ അമീനിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം? അമീൻ ബേസിക് ആണെന്ന് പറയാൻ പറ്റും. അമോണിയ ബേസിക് ആണ്. അതേ റീസൺ കൊണ്ട് തന്നെ എന്താണ്? അമീൻ ബേസിക് ആണ്. കാരണം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH- തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നൈട്രജനിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവരെ നമ്മൾ ലൂയിസ് ബേസ് എന്നാണ് വിളിക്കുക. ഇനി ഈ അമീൻസ് എന്തുകൊണ്ട് സ്ട്രോങ്ങർ ബേസായി? അമീൻ എന്തുകൊണ്ട് സ്ട്രോങ്ങർ ബേസായി നോക്കുമ്പോൾ അമീൻ്റെ ബേസിസിറ്റി കോൺസ്റ്റൻറ്റ് KB = നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ ബേസിസിറ്റി കോൺസ്റ്റൻറ്റ് കാണല്ലേ? പണ്ട് ഇക്വലിബ്രിയം എന്നുള്ള ചാപ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് RnH3+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് RnH2. ബേസിസിറ്റി കോൺസ്റ്റൻറ്റ് KB. ഈ KBക്ക് ലാർജർ വാല്യൂ ആണുള്ളത്. KBയുടെ വാല്യൂ വളരെ കൂടുതലാണ് കിട്ടുന്നത്. സോ അമീൻ ഒരു സ്ട്രോങ്ങർ ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ലാർജസ്റ്റ് വാല്യൂ ഓഫ് KB ഇൻഡിക്കേറ്റ്സ് അമീൻ ആസ് എ സ്ട്രോങ് ബേസ്. അമീൻ എന്തായിട്ട് എടുക്കുന്നു? ഒരു സ്ട്രോങ് ബേസ് ആയിട്ട് നമ്മൾ എടുക്കാം. ഇനി നമ്മളവിടെ നോക്കേണ്ടത് അമീനിൽ തന്നെ പ്രൈമറി അമീനും സെക്കൻഡറി അമീൻ, ടെർഷറി അമീൻ, ആരോമാറ്റിക് അമീൻ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ബേസിസിറ്റിയുടെ ഓർഡർ എന്തായിരിക്കും? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബേസിസിറ്റിയുടെ ഓർഡർ നമുക്ക് എങ്ങനെ കാണാം? അപ്പോൾ നമ്മൾ എടുക്കുന്നത് ആലിഫാറ്റിക് അമീൻ. അതും അമോണിയയും തമ്മിലുള്ള ബേസിസിറ്റിയുടെ ഓർഡറിലൊരു വ്യത്യാസം. നമുക്ക് ചെറിയൊരു ഹെഡിങ് കൊടുക്കാം. ആൽക്കൈൽ അമീൻസ് ആർ സ്ട്രോങ്ങർ ബേസ്. ആൽക്കൈൽ അമീൻസ് ആർ സ്ട്രോങ്ങർ ബേസ് ദാൻ അമോണിയ. ആൽക്കൈൽ അമീൻ അമോണിയയെക്കാളും സ്ട്രോങ്ങർ ബേസ് ആണ്. എന്തുകൊണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, അമോണിയയിൽ എന്തുണ്ട്? നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അവർ വിട്ടുകൊടുക്കും. അമീനിലും നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അത് പ്രോട്ടോണേഷന് വേണ്ടി അവൈലബിൾ ആക്കും. അതുകൊണ്ട് അതൊക്കെ ബേസ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അമോണിയയെക്കാളും സ്ട്രോങ്ങർ ബേസ് ആയിട്ട് അമീൻ വന്നു? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്, CH3NH2 അല്ല, ഇറ്റ് ഈസ് എ പ്രൈമറി അമീൻ. CH3 twice NH secondary amine. CH3 thrice N tertiary amine. ഈ 3 അമീനും നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ നൈട്രജനായിട്ടൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് ആരാ? ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്ത എക്സാമ്പിളിൽ മീഥൈൽ ഗ്രൂപ്പാണ്. ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്താണ്? ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണ്? ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. അല്ലെങ്കിൽ അവർ +I എഫക്റ്റ് കാണിക്കുന്നവരാണ്. +I എഫക്റ്റ് കാണിക്കുന്നവരാണ് ആര്? ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകളാണ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ. അപ്പോൾ ഇവിടെ ഒരു CH3. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇലക്ട്രോൺ പെയറിനെ റിലീസ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? നൈട്രജന് കൊടുക്കും. നൈട്രജനിൽ ആൾറെഡി എന്തുണ്ട്? ഒരു ലോൺ പെയർ ഉണ്ട്.
ഇപ്പോൾ CH3 ഒരു ലോൺ പെയറാ കൊടുക്കുക വിചാരിക്കുക, അപ്പോൾ 2 ലോൺ പെയറായി. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാൻ പറ്റും. കൂടുതൽ ഇല്ല, ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ 2 ലോൺ പെയറായി. അപ്പോൾ സാധാരണ ഒരു അമോണിയേക്കാളും കൂടുതൽ ലോൺ പെയർ ഇപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ പറ്റുമ്പോൾ അത് മോർ ബേസിക് ആയിട്ട് മാറും. ഇനി ഇതിൻ്റെ കേസ് എടുക്കാം. ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇപ്പോൾ നൈട്രജനിൽ ആൾറെഡി ഒരു ലോൺ പെയർ ഉണ്ട് വിചാരിക്കാം. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണെ കൊടുത്തു. രണ്ടാമത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് അടുത്ത ലോൺ പെയറിനും കൊടുത്തു. അപ്പോൾ അവൈലബിൾ ആയ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെ എണ്ണം ഈ നൈട്രജനിൽ കൂടുതലായി. അങ്ങനെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മോർ ബേസിക് ആയിട്ട് മാറും. ഇവിടെ എടുക്കുകയാണെങ്കിലോ 3 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അമീനുകൾ ഗ്യാസിയസ് ഫേസിൽ അമീനെ കൺസിഡർ ചെയ്യുമ്പോൾ, ഗ്യാസിയസ് ഫേസിലുള്ള കേസ് എടുക്കുമ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് അമീൻ്റെ ബേസിസിറ്റി നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് ആരാ വരിക? കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുള്ള ടെർഷറി അമീനിലല്ലേ. അപ്പോൾ കൂടുതൽ ബേസിസിറ്റി കാണിക്കുക CH3 ത്രൈസ് N. ഇതിനാണ് മോർ ബേസിക്. കാരണം കൂടുതൽ ഇലക്ട്രോൺ പെയറിന് നൈട്രജനിലേക്ക് അവൈലബിൾ ആവും. എന്തിനു വേണ്ടി? റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് മോർ ബേസിക് ആയിട്ട് മാറും. ഇതിനേക്കാളും കുറച്ച് കുറവായിരിക്കും സെക്കൻഡറി അമീൻ്റെ കേസിൽ. അത് CH3 ട്വൈസ് NH. CH3 ട്വൈസ് NH. ഈ കൂട്ടത്തിൽ ബേസിസിറ്റി ഏറ്റവും കുറവായിരിക്കാണ് CH3 NH2 പ്രൈമറി അമീൻ. CH3 NH2 പ്രൈമറി അമീൻ. ഇനി നമ്മൾ അമോണിയ എടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറവാണായിരിക്കും വരിക, അമോണിയക്ക് വരും. ഗ്യാസിയസ് ഫേസിലാണ് ഈ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി അതേസമയം നമ്മൾ അക്വസ് സൊല്യൂഷനിലുള്ള അമീൻ എടുത്തു എന്ന് വിചാരിക്കാം. അത് അക്വസ് സൊല്യൂഷൻ ഓഫ് അമീൻ എടുക്കുകയാണെങ്കിൽ ഓർഡറിൽ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണെന്ന് നോക്കാം. ഗ്യാസിയസ് ഫേസിൽ മോർ ബേസിക് ടെർഷറി, അതിനേക്കാളും കുറവ് സെക്കൻഡറി, അതിനേക്കാളും കുറവ് പ്രൈമറി. അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റിന് പുറമെ സോൾവേഷൻ എഫക്റ്റ്, സ്റ്റെറിക് എഫക്റ്റ് തുടങ്ങിയ മറ്റു ചില ഫാക്ടറുകളും കൂടെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബേസിസിറ്റിയുടെ ഓർഡറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണെന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. അക്വസ് സൊല്യൂഷൻ്റെ കേസിൽ ഓർഡറിൽ ഇങ്ങനെയാണ് വ്യത്യാസം വരിക. അക്വസ് സൊല്യൂഷൻ ഓഫ് അമീൻസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ബേസിസിറ്റി കാണിക്കുക ടെർഷറി അമീനാണ്. CH3 ട്വൈസ് NH. അതിനേക്കാളും കാണിക്കുക പ്രൈമറി അമീൻ CH3 NH2. അതിനേക്കാളും അല്ലേ ഏറ്റവും കൂടുതൽ ഇത്, അതിനേക്കാളും കുറവ് ഇത്, ഏറ്റവും കുറവ് ടെർഷറി അമീൻ CH3 ത്രൈസ് N. കാരണം അക്വസ് സൊല്യൂഷനിൽ ഈ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പിൻ്റെ എഫക്റ്റ് മാത്രമല്ല ഉള്ളത്, സോൾവേഷൻ എഫക്റ്റ്, സ്റ്റെറിക് എഫക്റ്റ്. സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വലിയ വലിയ ഗ്രൂപ്പുകൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുമ്പോൾ തന്നെയാണ് സ്റ്റെറിക് എഫക്റ്റ് കൂടുക. പിന്നെ സോൾവേഷൻ എഫക്റ്റ് ഉണ്ടാവും. ഈ സോൾവേഷൻ എഫക്റ്റ് ഒക്കെ എടുക്കുമ്പോഴേ ടെർഷറി അമീൻ്റെ കേസിൽ ആരില്ല? ഹൈഡ്രജൻ ബോണ്ട് ഇല്ല. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടോ? ഉണ്ടാവില്ല. കാരണം NH എന്ന് കാണാനില്ലല്ലോ. ഹൈഡ്രജൻ ബോണ്ട് ഇല്ലാത്തത് കൊണ്ട് അവിടെ സോൾവേഷൻ എഫക്റ്റ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ ആരെടുക്കാം? ടെർഷറി അമീൻ എടുക്കാം. ഏറ്റവും ലീസ്റ്റ് ബേസിക് ആയിട്ട് ടെർഷറി അമീൻ. പിന്നെ സോൾവേഷൻ എഫക്റ്റും പിന്നെ സ്റ്റെറിക് എഫക്റ്റ്. സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുതൽ. ഇത് രണ്ടും കൂടെ നോക്കിയപ്പോൾ പിന്നെ മോർ ബേസിക് ആയിട്ട് ആര് വന്നു? CH3 ട്വൈസ് NH വന്നു. ഇവിടത്തേക്കാളും സ്റ്റെറിക് എഫക്റ്റ്, അതായത് ഒപ്പമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം അത് കുറച്ച് കുറവാണ് ആർക്ക്? പ്രൈമറി അമീൻ്റെ കേസിൽ. അപ്പോൾ ഇതിനേക്കാളും ഇങ്ങോട്ട് കുറയുകയും ചെയ്തു. ഇത് ഏറ്റവും കുറയാനുള്ള കാരണം ഇവിടെ എന്തില്ല? ഹൈഡ്രജൻ ബോണ്ട് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയയുടെ കേസിൽ ബേസിക് ഓർഡർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബേസിസിറ്റി സെക്കൻഡറി,
അതിനേക്കാളും കുറവ് പ്രൈമറി, ഏറ്റവും കുറവ് ടെർഷറി. കാരണം അവിടെ നോക്കുന്നത് എന്ത് മാത്രമല്ല, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്ലസ് ഐ എഫക്റ്റ് ബട്ട് ആൾസോ ഓൺ ദ സ്റ്റെറിക് എഫക്റ്റ് ആൻഡ് ഹൈഡ്രേഷൻ എഫക്റ്റ്. ഹൈഡ്രേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ സോൾവേഷൻ എഫക്റ്റ് എന്ന് പറയും. സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ക്രൗഡിംഗ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് around nitrogen atom that hinders attack of proton on the amine molecule. The overcrowding of alkyl group increases from primary to tertiary amine. In aqueous solution, the protonated amine, അത് ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത്, protonated amine from secondary and primary amine are stabilized by solvation through hydrogen bond. അതായത് സെക്കൻഡറിയിലും പ്രൈമറിയിലും എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ സോൾവേഷൻ എഫക്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർഡറിൽ എന്ത് വന്നത്, ഏറ്റവും കൂടുതൽ സെക്കൻഡറി, അതിനേക്കാളും കുറവ് പ്രൈമറി, ഏറ്റവും കുറവ് ടെർഷറി എന്നുള്ള ഓർഡർ നമുക്ക് കിട്ടിയത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അതായത് ഗ്യാസിയസ് ഫേസ് ആണെങ്കിൽ നമ്മൾ സോൾവേഷൻ എഫക്റ്റോ സ്റ്റെറിക് എഫക്റ്റോ ഒന്നും നോക്കണ്ട. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടിയാൽ ബേസിക് ക്യാരക്ടർ കൂടുതൽ. അപ്പോൾ ടെർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ ചെറിയ വ്യത്യാസം വരും. ഏതാണ് വ്യത്യാസം? ഏറ്റവും കൂടുതൽ ബേസിസിറ്റി സെക്കൻഡറി, അതിനേക്കാളും കുറവ് പ്രൈമറി, അതിനേക്കാളും കുറവ് ഏറ്റവും കുറവ് ടെർഷറി. ഓക്കെ. ഇനി അതേപോലെ തന്നെ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീനും ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീനും ഉണ്ട്. നമ്മൾ അതിൻ്റെ ബേസിസിറ്റിയുടെ ഓർഡർ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം. മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ്റെയും ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ്റെയും ബേസിസിറ്റി ഓർഡർ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കേസ് തന്നെയാണ്. അപ്പോൾ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ ആണെങ്കിൽ എന്ത് ചെയ്യും, സെക്കൻഡറി അമീൻ ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടെർഷറി. ഈഥൈലാണെങ്കിലും സെക്കൻഡറി പ്രൈമറി, പിന്നെ അത് കഴിഞ്ഞാൽ അമോണിയക്കാണ് ബേസിസിറ്റി കുറവുള്ളത്. ഏറ്റവും കുറവ് ടെർഷറി ഈഥൈൽ അമീനായിട്ട് വരും. നമുക്ക് ആ രണ്ട് ഓർഡറും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നോക്കാം. മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ്റെ കേസിൽ ബേസിസിറ്റിയുടെ ഓർഡർ CH3 twice NH, ഏറ്റവും കൂടുതൽ CH3 twice NH ഗ്രേറ്റർ ദാൻ CH3 NH2 ഗ്രേറ്റർ ദാൻ CH3 thrice N. സെക്കൻഡറി പ്രൈമറി ടെർഷറി. As the size of alkyl group increases, സ്റ്റെറിക് എഫക്റ്റ് ബിക്കംസ് മോർ എവിഡൻറ്റ്. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം ഇങ്ങനെ കൂടുകയാണെങ്കിൽ സ്റ്റെറിക് എഫക്റ്റ് വല്ലാണ്ട് കൂടുതലാവും. ദർഫോർ ദ ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻ ഈസ് ഇൻ ദ ഓർഡർ. ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ C2H5 twice NH ഗ്രേറ്റർ ദാൻ C2H5 NH2 ഗ്രേറ്റർ ദാൻ അമോണിയ. അമോണിയേക്കാളും ബേസിസിറ്റി കുറവാണ് ആർക്ക്? ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടെർഷറി അമീനിന്. അവ C2H5 thrice N. ഇതാണ് ആൽക്കൈൽ അമീനും അമോണിയയും തമ്മിലുള്ള ബേസിസിറ്റിയുടെ ഓർഡർ. ഇവിടുത്തെ കേസിൽ ഏറ്റവും ബേസിസിറ്റി കുറവ് അമോണിയ. ഇവിടെ ടെർഷറി ഈഥൈൽ അമീനേക്കാളും ബേസിസിറ്റി കൂടുതലാണ് ആർക്ക്? അമോണിയക്ക് വരുന്നത്. ദെൻ അമീൻ്റെ ബേസിസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അടുത്തത് അനിലിൻ ഈസ് വീക്കർ ബേസ് ദാൻ അമോണിയ ആൻഡ് ആലിഫാറ്റിക് അമീൻസ്. അനിലിൻ എന്നുള്ളത് അമോണിയയെക്കാളും ആലിഫാറ്റിക് അമീനിനേക്കാളും വീക്കർ ബേസ് ആണ്. എന്തുകൊണ്ട്? ശ്രദ്ധിക്കുക. അനിലിൻ നമുക്കറിയാം. അനിലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസീൻ റിങ്ങിൽ NH2 വരുമ്പോൾ അത് അറൈൽ അമീനെയാണ് നമ്മൾ അനിലിൻ എന്ന് വിളിക്കുക. നോക്കാം, ഇത് ഫിനൈൽ ഗ്രൂപ്പാണ് അല്ലേ? C6H5NH2 ആണ് ഫിനൈൽ ഗ്രൂപ്പ് എന്നുള്ളത്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ആ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? ഈ നൈട്രജനിലുള്ള ലോൺ പെയറിനെ ഇതിങ്ങോട്ട് വിഡ്രോ ചെയ്യും, ഇതിങ്ങോട്ട് വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ഇവിടെ ഇലക്ട്രോൺ ഉണ്ടാവും.
നൈട്രജൻ്റെ കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി അപ്പോൾ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബേസിസിറ്റി വളരെ ചെറുതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള കേസുകളിൽ അവിടെ റെസൊണൻസ് ബോണ്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റെസൊണൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ ദ നൈട്രജൻ ആറ്റം ഈസ് ലെസ് അവൈലബിൾ ഫോർ പ്രോട്ടോണേഷൻ. വിട്ടുകൊടുക്കാൻ വേണ്ടി നൈട്രജനിലെ ലോൺ പെയർ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബേസിസിറ്റി എന്ത് ചെയ്യും? കുറയും. പിന്നെ ഇത്തരം കേസുകളിൽ ബേസിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക വരുന്ന സബ്സ്റ്റിറ്റ്വൻറ്റുകളാണ്. ഇപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ്, അതേപോലെ NH2 തുടങ്ങിയ ഗ്രൂപ്പുകളൊക്കെ വരും. അവരൊക്കെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അവർ വന്നാൽ സ്വാഭാവികമായിട്ടും ആ അനിലിൻ്റെ കേസിൽ ബേസിസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേസമയം NO2 പോലെയുള്ള ഗ്രൂപ്പുകളാണ് വരുന്നതെങ്കിൽ, അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവിടെ ബേസിസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകളായ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ അനിലിൻ ഒരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പായ ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് വിചാരിക്കാം. അവ സ്വാഭാവികമായിട്ടും ഇതിനെ പാരാടൊലുഡിൻ എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്, പാരാടൊലുഡിൻ. ഇത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ അനിലിൻ്റെ കേസിൽ ബേസിസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതേസമയം നമ്മളെ അനിലിലേക്ക് വരുന്നത് NO2 ഗ്രൂപ്പ് പോലെയുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് വിചാരിക്കും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവിടുത്തെ ബേസിസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. ശ്രദ്ധിക്കേണ്ടത്, അനിലിൻ അമോണിയേക്കാളും അലിഫാറ്റിക് അമീൻസിനേക്കാളും ബേസിസിറ്റി കുറവാണ്. ഉള്ള അനിലിൽ എന്ത് ചെയ്യാം? ബേസിസിറ്റിയിൽ വ്യത്യാസം വരുത്താൻ ഈ സബ്സ്റ്റിറ്റ്വൻറ്റുകൾക്ക് കഴിയും. ആൽക്കൈൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ ബേസിസിറ്റി കൂടും. നൈട്രോ ഗ്രൂപ്പ്, അതേപോലെ തന്നെ ഹാലജനുകൾ, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് പോലെയുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവിടെ ബേസിസിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, കെമിക്കൽ റിയാക്ഷനിൽ ബേസിക് ക്യാരക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ആക്ഷൻ വിത്ത് വാട്ടർ. അമീൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക? നോക്ക്, അമീൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ആൽക്കൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. സപ്പോസ് നമുക്കൊരു അമീൻ എടുക്കാം, C2H5NH2. ദാറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ, H2O. എന്താ കിട്ടുക? C2H5. H2O എന്നുള്ളത് നമുക്കറിയാം H+ഉം OH- ആയിട്ട് മാറും. ഈ H+ ഇതിൻ്റെ കൂടെ വന്നിട്ട് NH3+, പിന്നെ ആരുണ്ടാവും? OH-. C2H5 NH3+ OH-. ഈഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ അമീൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ആൽക്കൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ഫോം ചെയ്യുക. അപ്പം ഇനി ഇപ്പം നമ്മളൊരു പ്രൈമറി അമീനെയാണ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കി. ഇനിയൊരു സെക്കൻഡറി അമീനെ നമ്മൾ എടുത്ത് നോക്കാം. സെക്കൻഡറി അമീനെ നമ്മൾ എന്ത് ചെയ്യുക? വാട്ടറുമായിട്ടൊന്ന് റിയാക്ട് ചെയ്യാം. ഇപ്പോൾ C2H5 twice NH വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? C2H5 twice അല്ലേ, ഇതിൽ തോന്നി എച്ചും കൂടെ ഇതിൻ്റെ ഒപ്പം വരില്ലേ, ഇത് OH- ആയിട്ട് മാറും. അപ്പോൾ NH2+, C2H5 twice NH2+ OH-. ഡൈ ഈഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഡൈ ഈഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ടെർഷറി അമീൻ ആണെങ്കിലോ ട്രൈ ഈഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം എങ്ങനെ വരിക? C2H5 thrice N+H2O gives, അല്ല ഇവിടെ ഒരു OH- ഉണ്ടാവും, ബാക്കി H+ ഇതിൻ്റെ കൂടെ വരും. ആ C2H5 thrice NH+
OH മൈനസ് ട്രൈ ഈഥൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ അമീൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ആൽക്കൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം. ആക്ഷൻ വിത്ത് ആസിഡ്. ആസിഡുമായിട്ട് അമീനെ റിയാക്ട് ചെയ്ത് നോക്കാം. നമുക്കറിയാം അമീൻ എന്നുള്ളത് എന്താണ്? ബേസ് ആണ്. അപ്പോൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സാൾട്ട് കിട്ടണം. ആക്ഷൻ വിത്ത് ആസിഡ്. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സാൾട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ C2H5NH2 ഒരു പ്രൈമറി അമീൻ പ്ലസ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്തു. നമുക്ക് എന്താ കിട്ടുന്നത്? C2H5 HCl ഡിസോസിയേറ്റ് ചെയ്താൽ H+ഉം Cl- ഉണ്ടാവും. ആ H+ ഇതിനോട് കൂടെ വരും. അങ്ങനെ NH2 പ്ലസ് Cl-. C2H5 NH2 plus Cl minus. Sorry, here NH2 one hydrogen. So here C2H5 NH3 plus Cl minus. Okay, അപ്പോൾ നമുക്ക് ഈഥൈൽ അമീൻ ക്ലോറൈഡ്, ഈഥൈൽ അമീൻ ഹൈഡ്രോക്ലോറൈഡ്, ഈഥൈൽ അമീൻ ഹൈഡ്രോക്ലോറൈഡ് എന്നുള്ള ഒരു പ്രോഡക്റ്റാണ് കിട്ടുക. അതുപോലെ തന്നെ സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻ ആൾസോ ഫോം സാൾട്ട് വിത്ത് ആസിഡ്. പ്രൈമറി അമീന് നമ്മളൊരു സാൾട്ട് ഉണ്ടാക്കി, ഇതേപോലെ സെക്കൻഡറി അമീനും ടെർഷറി അമീനും ഒക്കെ എന്ത് ചെയ്യും? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ട് ഫോം ചെയ്യും. ദീസ് സാൾട്ട്സ് ആർ ജനറലി വാട്ടർ സോലുബിൾ. ആ സാൾട്ടുകളൊക്കെ വാട്ടറിൽ എന്താണ്? സോലുബിൾ ആണ്. then നമുക്ക് അടുത്തൊരു റിയാക്ഷൻ നോക്കാനുള്ളത്, നമുക്ക് നോക്കാം ആൽക്കൈലേഷൻ എന്നുള്ള റിയാക്ഷൻ നോക്കാം. ആൽക്കൈലേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ആൽക്കൈലേഷൻ. ആൽക്കൈലേഷൻ നമുക്ക് ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓർ റിയാക്ഷൻ in which alkyl group is introduced in a given compound. ഒരു കോമ്പൗണ്ടിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആൽക്കൈലേഷൻ എന്ന് പറയാം. അപ്പോൾ പ്രൈമറി അമീൻ ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ സെക്കൻഡറി അമീൻ ഉണ്ടാവും. അല്ലെ, നമ്മൾ അമീൻ്റെ പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ് പഠിച്ചിട്ടുണ്ട്. പ്രൈമറി അമീൻ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുത്ത് അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്തു, പ്രൈമറി അമീൻ കിട്ടി. പിന്നെ പ്രൈമറി അമീനിന് ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്തു, സെക്കൻഡറി അമീൻ കിട്ടി. സെക്കൻഡറി അമീനിന് ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്തു, ടെർഷറി അമീൻ കിട്ടി. അതിന് വീണ്ടും ആൽക്കൈൽ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്തു, ക്വാർട്ടർണറി അമോണിയം സാൾട്ട് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ആൽക്കൈൽ ഗ്രൂപ്പിനെ ഒരു കോമ്പൗണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ പ്രൈമറി സെക്കൻഡറി ആവും, സെക്കൻഡറി ടെർഷറി ആവും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആൽക്കൈലേഷൻ എന്ന് വിളിക്കുക. ദെൻ നമുക്ക് അടുത്തത് അസറ്റൈലേഷൻ എങ്ങനെ നോക്കാം. അസറ്റൈലേഷൻ. അസറ്റൈലേഷൻ ശ്രദ്ധിക്കേണ്ടത്, അസറ്റൈലേഷൻ അമീനെ നമുക്ക് അസറ്റൈലേഷൻ നടത്താം. ഏത് വെച്ചിട്ട്? ബൈ അസറ്റൈൽ ക്ലോറൈഡ് ഓർ അസറ്റിക് അൺഹൈഡ്രേറ്റ്. അസറ്റൈലേഷൻ നടത്താനേ അസറ്റൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ അസറ്റിക് അൺഹൈഡ്രേറ്റ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അസറ്റൈൽ ക്ലോറൈഡ് ഓർ അസറ്റിക് അൺഹൈഡ്രേറ്റ്. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അസറ്റൈൽ ഡെറിവേറ്റീവ്സ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അമീനിലേക്ക് നമ്മൾ അസറ്റൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റിക് അൺഹൈഡ്രേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസറ്റൈൽ ഡെറിവേറ്റീവ്സ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ പ്രൈമറി അമീൻ ആണെങ്കിൽ നമുക്കവിടെ ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് കിട്ടും. സെക്കൻഡറി അമീൻ ആണെങ്കിൽ മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ് കിട്ടും. ടെർഷറി അമീൻ ആണെങ്കിൽ അവിടെ നോ റിയാക്ഷൻ ആണ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് പ്രൈമറി അമീൻ എന്ത് ചെയ്യും? ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് വരും. സെക്കൻഡറി അമീൻ മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. ടെർഷറി അമീൻ അതിൽ എന്തില്ല? എന്ന് മാത്രമല്ലേ ഉള്ളൂ. അവിടെ റീപ്ലേസബിൾ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട്
ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ അസറ്റൈലേഷൻ. നമുക്കത് എങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളൊരു പ്രൈമറി അമീൻ കൺസിഡർ ചെയ്യാണ്. CH3NH2. ഞാൻ ആ NH2 എങ്ങനെ എഴുതി? CH3NH2 അങ്ങനെ എഴുതി കൂടെ. എന്നിട്ട് നമ്മൾ ഈ പ്രൈമറി അമീൻ റിയാക്ട് ചെയ്യുന്നത് ആരായിട്ടാണ്? അസറ്റിക് അൺഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ടാണ്. അപ്പോൾ അസറ്റൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CH3COCl. അസറ്റൈൽ ക്ലോറൈഡ് ഏതാണ്? CH3COCl. അങ്ങനെ റിയാക്ഷൻ നടന്നു. റിയാക്ഷൻ നടന്നാൽ ഇതിലത്തെ എച്ചും ഈ CLഉം കൂടെ എന്താവും? HCl ആവും. HClഉം കൂടെ എന്താവും? HCl. ബാക്കി ആരാണ് അവിടെ ഉണ്ടാവുക? CH3NHCOCH3. CH3NHCOCH3. ഇതൊരു മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ് ആണ്. ഒരു COCH3 ആണുള്ളത്. അപ്പോൾ അത് മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. ഈ മോണോ അസറ്റൈൽ ഡെറിവേറ്റീവിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ട് തന്നെ റിയാക്ട് ചെയ്യാം. അസറ്റൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CH3COClമായിട്ട് വീണ്ടും റിയാക്ഷൻ നടത്തുന്നു. അപ്പോൾ അവിടുന്ന് ആ റിയാക്ഷൻ എന്ത് ചെയ്യാം? നമുക്ക് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. CH3COCl മോണോ അസറ്റൈൽ ഡെറിവേറ്റീവുമായിട്ട് വീണ്ടും റിയാക്ട് ചെയ്യാം. അതിനെ വീണ്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ CLഉം ഇതിലത്തെ എച്ചും കൂടെ എന്തുണ്ടാവും? HCl പോവും. CLഉം ഇവിടുത്തെ എച്ചും കൂടെ HCl പോവും. പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? CH3N. പിന്നെ ഇവിടെ COCH3, ഇവിടെയും COCH3. അപ്പം നമുക്ക് COCH3 ട്വൈസ് എഴുതാം. COCH3 രണ്ട് പ്രാവശ്യം വന്നാൽ അതിനെന്ത് പറയാം? ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ്. അപ്പോൾ CH3N COCH3 ട്വൈസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രൈമറി അമീനിന് അസറ്റൈലേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇതാണ് പ്രൈമറി അമീൻ CH3NH2. അസറ്റൈലേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തു CH3COCl. അപ്പോൾ ഇതിലത്തെ എച്ചും CLഉം കൂടെ HCl പോയി. ബാക്കി CH3NHCOCH3. ഒരു COCH3 ഉള്ളതിൻ്റെ പേര് മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ എച്ച് ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു CH3COCl ആയിട്ട് റിയാക്ട് ചെയ്തു. ആ CLഉം ഇതിലത്തെ എച്ചും കൂടെ HCl പോയി. ബാക്കി ആരുള്ളത്? CH3N COCH3 ഇവിടെയുണ്ട്, COCH3 ഇവിടെയുണ്ട്. ആ CH3N COCH3 ട്വൈസ്. അപ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? ഡൈ അസറ്റൈൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കാം. ഇനി നമുക്ക് സെക്കൻഡറി അമീനെയാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നതെന്ന് വിചാരിക്കാം. സെക്കൻഡറി അമീനെ നമ്മൾ അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ടൊന്ന് റിയാക്ഷൻ നടത്തി നോക്കാം. നമുക്ക് സെക്കൻഡറി അമീൻ, അതായത് CH3 ട്വൈസ് NH നമ്മൾ റിയാക്ഷൻ നടത്തുകയാണ്. ആരട്ട? അസറ്റൈൽ ക്ലോറൈഡ് CH3COCl. ഈ എച്ചും CLഉം കൂടെ എന്താവും? HCl. എച്ചും CLഉം കൂടെ HCl. പിന്നെ എന്താ പ്രോഡക്റ്റ്? CH3 ട്വൈസ് NCOCH3. COCH3. ഒരു COCH3 ആണുള്ളത്. അപ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക? മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. ഒരു COCH3 മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ്. ഇനി വീണ്ടും ഒരു അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ എന്തില്ല? ഈ നൈട്രജനിൽ ഇനി ആരില്ല? ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് വീണ്ടും ഒരു അസറ്റൈൽ ക്ലോറൈഡ് ആയിട്ട് നമ്മൾ പ്രൈമറിയിൽ ചെയ്ത പോലെ റിയാക്ഷൻ നടത്താൻ കഴിയില്ല.
അപ്പോൾ സെക്കൻഡറി അമീൻ അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി? മോണോ അസറ്റൈൽ ഡെറിവേറ്റീവ് മാത്രം പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ഇനി ടെർഷറി അമീൻ നോക്കാം. CH3 thrice N പ്ലസ് CH3 COCl. Cl-ഉമായിട്ട് റിയാക്ട് ചെയ്യാൻ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. നോ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഓക്കെ. ഇനി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മളിതൊക്കെ ചെയ്തത് ആലിഫാറ്റിക് അമീൻ്റെ കേസിലാണ്. ഇനി നമുക്ക് ഒരു ആരോമാറ്റിക് അമീനായിട്ടുള്ള നമ്മളെ ഏതെടുക്കാം? ആരോമാറ്റിക് അമീനായിട്ടുള്ള നമ്മൾ അനിലിൻ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാം. അനിലിൻ എടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക നോക്കാം. നമുക്ക് ആരോമാറ്റിക് അമീനായിട്ടുള്ള അനിലിൻ അനിലിനെടുത്തു. അനിലിൻ്റെ നമ്മൾ റിയാക്ഷൻ നടക്കുന്നത് ബെൻസോയിൽ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡ് ആഡ് ചെയ്യണതിൻ്റെ പേര് ബെൻസോയിലേഷൻ എന്നാണ് വിളിക്കുക. അഡീഷൻ ഓഫ് ബെൻസോയിൽ ക്ലോറൈഡ് ഈസ് കോൾഡ് ബെൻസോയിലേഷൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡ് ആഡ് ചെയ്യാണ്. ബെൻസോയിൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ C6H5 COCl. C6H5 COCl. ഓക്കെ. റിയാക്ഷൻ നടന്നാൽ എന്താ കിട്ടുക? അല്ല, NH2 നമുക്ക് ഇങ്ങനെ എഴുതാം. റിയാക്ഷൻ നടന്നാൽ HCl, ബാക്കിയുള്ള ഈ ഒരു കോമ്പൗണ്ട് ഫുള്ളായിട്ടുണ്ടാവും. ബാക്കിയുള്ള പ്രോഡക്റ്റ് കാരണം അപ്പോൾ ഏതാണ്ടാവാം? NHCO C6H5. ബെൻസീൻ റിങ്ങിന് കൂടെ NHCO C6H5. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഈ അനിലീനെ നമ്മൾ ബെൻസോയിൽ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടന്നു. ബെൻസോയിൽ ക്ലോറൈഡ് ആഡ് ചെയ്യണതിൻ്റെ പേര് ബെൻസോയിലേഷൻ എന്നാണ്. അപ്പോൾ അങ്ങനെ റിയാക്ഷൻ നടന്ന് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടി. ഈ ടോട്ടൽ റിയാക്ഷനെ പറഞ്ഞ പേര് ഷോർട്ടൻ ബോമാൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ഈ റിയാക്ഷൻ്റെ പേരെന്താണ്? ഷോർട്ടൻ ബോമാൻ റിയാക്ഷൻ. ഷോർട്ടൻ ബോമാൻ റിയാക്ഷൻ. ഷോർട്ടൻ ബോമാൻ റിയാക്ഷൻ. അപ്പോൾ ഇതാണ് അസറ്റൈലേഷൻ എന്നുള്ള കെമിക്കൽ റിയാക്ഷൻ നമുക്ക് പറയാനുള്ളത് ഇവിടെ.